ഇന്ന് ആ ബഹുമാന്യ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ധരിക്കുന്ന വസ്ത്രം ചുരിദാറോ നൈറ്റിയോ സാരിയോ എന്തുമാകട്ടെ ഒരു ദിവസം എത്ര എണ്ണം വലിച്ചു കീറുമായിരുന്നു. മനസ്സിലായില്ല അല്ലേ? അതായത് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ഒരു നിത്യ സമാധാന നിരപ്പിന് വേണ്ടിയുള്ള യാഗമായി തീരുവാനായി സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ ഒരു ശരീരം. അത് ദൈവമായിരുന്നവൻ, ദൈവത്തോട് തുല്യനായിരുന്നവൻ, ദൈവവചനം എന്ന പേരിൽ സ്വർഗത്തിൽ ആയിരുന്നവൻ, അവൻ്റെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ വേഷമെടുത്ത് ഭൂമിയിലേക്ക് വരുവാനായി ദൈവം ഒരുക്കിയ ഒരു ഗർഭപാത്രം, ഒരു വിശുദ്ധ കന്യകയായ ഒരു പെൺകുട്ടിയുടെ ഗർഭപാത്രമായിരുന്നു. ആ ഗർഭപാത്രത്തിൻ്റെ ഉടമയായിരുന്ന മറിയം എന്ന ആ വിശുദ്ധ വനിത ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരു ദിവസം എത്ര പ്രാവശ്യം വസ്ത്രം വലിച്ചു കീറുമായിരുന്നു? ഞാൻ വിചാരിക്കുന്നു ഓരോ മിനിറ്റിലും വസ്ത്രം വലിച്ചു കീറാനും പുതിയത് ധരിപ്പാനും പിന്നെയും വലിച്ചു കീറാനും പുതിയത് ധരിപ്പാനുമുള്ള അതിനുള്ള സമയമേ അവർക്ക് ഉണ്ടാകുകയുള്ളൂ. വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. വേറിട്ട ചിന്തയുടെ ഈ 83ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രാരംഭമായി ഞാൻ പറയുന്നു, ഞാൻ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനേക കത്തോലിക്ക അതുപോലുള്ളതായ സഭകളിലെ വിശ്വാസികളും പുരോഹിതന്മാരുമുണ്ട്. എന്നെയും വളരെയധികം സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമാണ്. പക്ഷെ അവരോടുള്ള ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിപ്പാനാണ് ഈ എപ്പിസോഡ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനുള്ള നിമിത്തമെന്ന് പറയുന്നത് ഗോസ്പൽ TV UPയിലെ ചാനലിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ സാജു തോമസ് സാർ വിട്ട ഒരു വീഡിയോയോടുള്ള ബന്ധത്തിൽ ആണിതിൻ്റെ കാരണം. അങ്ങനെ ഒരു വീഡിയോ താൻ അവതരിപ്പിക്കേണ്ടതായി വന്നതിൻ്റെ കാരണം താൻ അതിനകത്ത് പറയുന്നുണ്ട്, കുരിശച്ചായൻ എന്ന് അദ്ദേഹം നാമകരണം ചെയ്ത ഏതോ ഒരു വ്യക്തി അദ്ദേഹം പോസ്റ്റ് ചെയ്ത ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ അതിനകത്ത് ജോൺസൺ കെ എന്ന് പറയുന്ന ഒരു വ്യക്തി താൻ അതിലൊരു കമൻ്റ് ഇട്ടു. ആ കമൻ്റ് എന്താണെന്ന് ബഹുമാനപ്പെട്ട സാജു തോമസ് സാർ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. അത് ജോൺസൺ കെ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. ജോൺസൺ കെ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്നത്, മറിയുടെ പുറകെ നടന്ന് നരകത്തിൽ പോകാതെ യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, നിത്യജീവൻ നേടി സ്വർഗത്തിൽ പോകുവാൻ ശ്രമിക്കുക. മറിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന വലിയ പിശാചാണ്. അപ്പൊ അതിന്റെ അടിവരയായിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ചുമല ലൈനിൽ കൊടുത്തിരിക്കുകയാണ്, മറിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന വലിയ പിശാചാണ്. ഇവിടെ സാജു തോമസ് സാർ അതിൻ്റെ ഒരു വശം മാത്രം ചിന്തിച്ചുകൊണ്ട് താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാനും ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ്ത് സമൂഹത്തിൽ അത്തരത്തിലുള്ള ഭ്രാന്തന്മാരാരും ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ, പെന്തക്കോസ്തുകാർ ഈ മറിയം എന്ന് പറയുന്ന യേശുവിനെ പ്രസവിച്ച് വളർത്തിയ ആ വ്യക്തിയോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും എന്താണെന്ന് തനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ആ പോസ്റ്റിനകത്തൊരു കമൻറ്റ് ചെയ്തിരുന്നു, സത്യത്തിൽ പെന്തക്കോസ്തുകാരായ ഞങ്ങൾ മറിയമ്മനെ ബഹുമാനിക്കുന്നത് പോലെ ആരും ബഹുമാനിക്കുന്നില്ല. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ പറയാമെന്ന് പറഞ്ഞ് ആരും ചോദിച്ചില്ല. അതുകൊണ്ട് പറയുന്നതല്ല, സാജു തോമസ് സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതുകൊണ്ടും അതിൽ ജോൺസൺ കെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ട കമൻറ്റിനെ അതിനെക്കുറിച്ച് സാജു തോമസ് സാർ തൻ്റെ വീക്ഷണം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ വിശുദ്ധ ബൈബിളിൽ കണ്ടെത്തിയതും, എന്നാൽ ഈ ജോൺസൺ കെ എന്ന് പറയുന്ന ആ പ്രിയ സഹോദരൻ ദൈവദാസനോ ആരുമാകട്ടെ, അദ്ദേഹം പറഞ്ഞ ആശയം എന്തായിരിക്കാനാണ് സാധ്യതയെന്ന് ഞാൻ വിലയിരുത്തിയ ഒരാശയോടെ പങ്കുവയ്ക്കാനാണ്. വളരെ ക്ഷമയോട് കേട്ടാൽ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും. പ്രത്യേകിച്ച് യേശുവിനെ പ്രസവിച്ച മറിയ എന്ന് പറയുന്ന ആ വനിതയെ മാതാവെന്ന് വിളിച്ചുകൊണ്ട് ആരാധിക്കുന്നവർ ഇതൊന്ന് കേട്ടാൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് വലിയ പ്രയോജനം ചെയ്യും. ഞാൻ പറയുന്നു, ജോൺസൺ കെ എന്ന് പറയുന്ന ആ പ്രിയ വ്യക്തി ഇട്ട കമൻറ്റിൽ മറിയ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന പിശാചാണ് എന്ന് പറഞ്ഞത്
ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം നല്ലൊരു ആത്മീയ കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയും പരിശുദ്ധാത്മാവിലൂടെയുള്ള ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയും ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ ഒരു പോയിന്റ് തിരികെയുള്ളൂ. ഇത് ഞാൻ പറയുമ്പോൾ കത്തോലിക്കരെ അടച്ചു പറയുകയാണെന്ന് വിചാരിക്കരുത്. കത്തോലിക്കയിൽ നല്ലൊരു ശതമാനം വിശ്വാസികളും കുറേ അച്ഛന്മാരും ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞവരുണ്ട്. അത് ഞാൻ വെറുതെ പറഞ്ഞാൽ പോരല്ലോ, നിങ്ങൾക്കൊന്ന് അറിയണ്ടേ? ഇതൊന്ന് കേട്ടു നോക്കുക. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതൊരു വലിയ ആത്മീയ രഹസ്യമാണ്. അതായത് ദൈവത്തിന് ആരാധന കൊടുത്താലേ, ദൈവാരാധന ശരിയായാലേ ഭൂമിയുടെ താളം ശരിയാവും. അത് അച്ചട്ടാണ്. പിശാച് എന്ത് ചെയ്യും? പിശാച് ആരാധന കൊതിക്കുന്നുണ്ട്. പിശാചിന് ആഗ്രഹം എന്താണ്? പിശാചിനെ ആരാധിക്കണം. പിശാചിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. ദൈവമല്ലാത്ത എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. ഒരു വ്യക്തി വിചാരിക്കുകയാണ് മാതാവാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. മാതാവ് നല്ല ആളല്ലേ? അപ്പൊ മാതാവാണ് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ മാതാവ് യേശുവേന്നൊരു വാക്ക് പോലും വായിന്ന് വരില്ല, ദൈവമേന്നൊരു വാക്ക് പോലും വരില്ല. എപ്പോഴും മാതാവേന്നേ വരൂ. എന്നെ തെറ്റിദ്ധരിക്കരുത്. ചില അപകടങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ തിരുത്തിയില്ലെങ്കിൽ ഇത് വലിയ ദുരിതത്തിലേക്ക് പോകും. അപ്പൊ മാതാവേന്നേ വരൂ വായിൽ. എപ്പോഴും എന്റെ മാതാവേന്നേ വരും, എന്റെ ദൈവമേ നിന്ന് വരെ വായിന്ന് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ഒരു ആരാധന മാതാവിന് കൊടുത്താൽ അത് പിശാചിനുള്ള ആരാധനയാണ്. ഇത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ അല്ലാതെ എന്തിനെ ആരാധിച്ചാലും അത് പിശാചിനുള്ള ആരാധനയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഇത്. പിശാച് അതുകൊണ്ട് പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് ചെയ്യുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല പറയുന്നത്. പിശാചിന് ആരാധന കിട്ടാൻ വേണ്ടി പിശാച് പറയുന്നത് എന്നെ ആരാധിക്കൂ എന്നല്ല. പിന്നെന്താണ്? ദൈവത്തെ ഒഴിച്ച് വേറെ എന്തിനെങ്കിലും ആരാധിക്കും. ഈ ഇദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനാണെന്നോ പെന്തക്കോസ്തു പാസ്റ്ററാണെന്നോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അദ്ദേഹം ധരിച്ചിരിക്കുന്ന വേഷം കണ്ടോ? അദ്ദേഹം പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ധ്യാനകേന്ദ്രത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് കാഴ്ചപ്പാട് ലഭിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ എന്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നു എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. താൻ പറഞ്ഞത് ദൈവത്തിനുള്ള ആരാധന ദൈവത്തിനല്ലാതെ മറ്റാർക്ക് കൊടുത്താലും അത് വഴി തെറ്റിപ്പോയി പിശാചിൻ്റെ അടുക്കൽ ചെല്ലും. വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് പറയുന്നത്. വഴി തെറ്റിപ്പോകുന്നത് അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ മറുപടി കൊടുക്കും. കാരണം അവൻ്റെ പിടിവിട്ട് ആരും പോകരുത്. ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദാനിയേലിനേക്കാൾ ജ്ഞാനമുള്ളവനാണെന്നാണ് യെഹെസ്കേൽ പ്രവചനത്തിൻ്റെ 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവന് മറവായിരിക്കുന്നത് ഒന്നുമില്ല എന്ന് സത്യദൈവം വളരെ വ്യക്തമായി ലൂസിഫറിനെ കുറിച്ച് പറയുന്നു. മനസ്സിലെ നിരൂപണങ്ങൾ വരെയും പിടിച്ചെടുക്കുവാൻ കഴിവുണ്ടായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. വരുവാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അവൻ ജനത്തോട് അറിയിക്കുവാനുള്ള ജ്ഞാനവും അവനുണ്ട്. പിന്നെ ഈ ലോകത്തിലുള്ളത് അവൻ്റെ കൺട്രോളിങ്ങിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. യേശുവിനോട് പോലും പിശാച് എന്താ പറഞ്ഞത്? നീ എന്നെയൊന്ന് വണങ്ങിയാൽ ഈ കാണുന്നതെല്ലാം നിനക്ക് തരാമെന്ന് യേശുവിനോട് പറഞ്ഞെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാർ എഴുതി വെച്ചിരിക്കുന്നത് തെറ്റാണെന്ന് പ്രിയ ശ്രോതാവെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? യേശു നുണ പറയും തോന്നുന്നുണ്ടോ? അപ്പോൾ യേശു ഒന്ന് വണങ്ങുകയാണെങ്കിൽ ഇത് മുഴുവനും അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ കൃപാസനമാണ്, അതാണ്, ഇതാണ് എന്നൊക്കെ പറഞ്ഞു പോയി ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആരാധന ഈ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ റൂട്ട് തെറ്റിച്ചെന്നാൽ അവൻ കൊടുക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചിലരൊക്കെ ഇങ്ങനെ ട്രോൾ ചെയ്യാറുണ്ട്. ഈ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുന്നവരുണ്ടല്ലോ, ഞാൻ പഠിച്ചില്ല, എനിക്ക് ക്ലാസ്സിലൊന്നും മനസ്സിലായില്ല, പക്ഷെ പരീക്ഷയ്ക്കിരുന്നപ്പോൾ മാതാവ് വന്ന് എനിക്കെല്ലാം പറഞ്ഞു തന്നു, ഞാൻ എഴുതി, എനിക്ക് നല്ല മാർക്ക് കിട്ടി. എന്തിനാണ് ട്രോൾ ചെയ്യുന്നത്? അവർ പറഞ്ഞത് സത്യമാണ്. നിങ്ങൾക്ക് അതിൻ്റെ പൊരുൾ தெரியாത്തത് കൊണ്ടാണ് നിങ്ങൾ അവരെ കളിയാക്കി പറഞ്ഞത്. കൃപാസനത്തിൽ ഇത് നടക്കും. ഒരു ടെക്സ്റ്റ് ബുക്ക് പോലും തുറന്നു നോക്കണ്ട. അവിടെ പോയി ഒന്ന് വണങ്ങിയിട്ട്
പരീക്ഷ എഴുതിക്കോ, 100-ൽ 120 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ആ 20 മാർക്ക് മറ്റവൻ തെറ്റിച്ച് തരുന്നതെന്ന് കൂടെ പ്രതീക്ഷിച്ചു. ബുദ്ധിയെ കെട്ടിയിട്ടേച്ച് തരുന്നതെന്ന് കൂട്ടിക്കോ, അത് കഴിയും. അതിൻ്റെ തെളിവ് പറയാം. ഞാനിപ്പോൾ പറഞ്ഞതിനകത്തുകൊണ്ട് അത് ചിന്തിച്ചാൽ മതി. അവൻ ദാനിയേലിനേക്കാൾ ജ്ഞാനപൂർണനായിരുന്നു. അവന് ജ്ഞാനമുള്ളവനാ. അവന് മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയും. അവന് അശരീരി മുടക്കുവാൻ കഴിയും. ആരാ ഇത് കൊടുക്കുന്നേ? അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറയും, നീ വഴിതെറ്റി സ്വർഗത്തിലെ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആരാധനയും മഹത്വവും മാതാവാണെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ വഴിതെറ്റിപ്പോയി. അച്ഛൻ്റെ വാക്കിൽ സത്യത്തിൻ്റെ മുന്നിലും ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതിൻ്റെ അർത്ഥത്തിലും വഴിതെറ്റിപ്പോയി. അത് അവൻ പിടിച്ചെടുത്തു. അവൻ പിടിച്ചെടുത്തിട്ട് ഈ മറുപടിയും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം അവൻ വായിച്ചിട്ട് മറുപടി പറഞ്ഞു കൊടുക്കും. അവർക്ക് 100 100 മാർക്കിൽ 150 മാർക്കും അവർക്ക് കിട്ടും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. കാരണം അവിടെ പ്രവർത്തിക്കുന്നവൻ ജ്ഞാനപൂർണനായിരുന്നു. അവൻ്റെ ജ്ഞാനമൊന്നും പിൻവലിച്ചിട്ടല്ല വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ അവിടെ പോയി കൃപാസനത്തിൽ പോയി പ്രാർത്ഥിച്ചു, ആ മെസ്സേജ് 100 പ്രാവശ്യം 100 പ്രാവശ്യം ആ മെസ്സേജ് ഷെയർ ചെയ്തപ്പോൾ കാര്യം സാധിച്ചു. ഈ കൃപാസനത്തിൻ്റെ പത്രം അങ്ങോട്ട് കൊടുത്തപ്പോൾ അവിടെ വിതരണം ചെയ്തപ്പോൾ ഈ അത്ഭുതം സംഭവിച്ചു. ഇതെല്ലാം സംഭവിക്കും. നിങ്ങൾ ചോദിക്കുന്നത് തരും. നിങ്ങൾക്ക് എവിടെ എത്ര ഏക്കർ വേണം, നിങ്ങൾക്ക് എത്ര നില കെട്ടിടം വേണം, ഏത് തരത്തിലുള്ള വാഹനം വേണം, ഇതെല്ലാം കൊടുക്കും. ഇത് കൊടുക്കാൻ ആമ്പിയറുള്ളവനാണ് യേശുവിനോട് പറഞ്ഞ് എന്നെ ഒന്ന് വണങ്ങിയാൽ മതി, ഞാൻ തരാമെന്ന് പറഞ്ഞ കാര്യം മനസ്സിലായോ? പിണങ്ങരുത്. ബഹുമാനപ്പെട്ട കത്തോലിക്ക അങ്ങനെയുള്ള മാതാവിനെ ആരാധിക്കുന്ന വിശ്വാസികളും അച്ഛന്മാരും എന്നോട് പിണങ്ങരുത്. ഞാൻ സത്യം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തിരുവചനത്തിലൂടെ നമ്മളിതെന്തെന്ന് മനസ്സിലാക്കണം. ഇവരുടെയൊക്കെ വിഗ്രഹം ഉണ്ടാക്കി വെച്ചാൽ, പള്ളിക്കകത്ത് വെച്ചാൽ, സാജു തോമസ് സാർ കാര്യം പറയുന്നുണ്ട്, 50 സ്ഥലത്ത് മാതാവിൻ്റെ രൂപം വെച്ചാൽ 50-നും 50 ഷേപ്പാണ്. ഇതിനകത്ത് യഥാർത്ഥ മാതാവ് ആരാന്ന് ചോദിച്ച് നല്ല യുക്തിപരമായ ഒരു ചോദ്യമാണ്. ഞാൻ വളരെ വളരെ ബഹുമാനിക്കുന്ന ആ ചോദ്യത്തിന് പിന്നിൽ തിരുവചനവേദന എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞു, യേശുവിനെ പ്രസവിച്ച മറിയ എന്ന് പറയുന്ന സ്ത്രീ ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ വസ്ത്രം വലിച്ചു കീറാൻ നേരമുണ്ടാകുള്ളൂ. അതിൻ്റെ കാരണം പറയാം. പൗലോസും ബർന്നബാസും ലുസ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ജന്മന മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവരവിടെ പ്രാർത്ഥിച്ചു. ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു. ഈ അത്ഭുതം കണ്ടപ്പോൾ അവിടെയുള്ള ക്ഷേത്രത്തിലെ പൂജാരിമാരടക്കമുള്ളവർ കാളയെ ബലി കഴിപ്പിച്ചുകൊണ്ട് ഇവർക്ക് പുഷ്പാർച്ചന നടത്തി ഇവരെ ഇന്ദ്രനെന്നും ബുധനെന്നും ഇവർക്ക് നാമകരണം ചെയ്തു അവരെ ദേവതുല്യമാക്കി മാറ്റാൻ ശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ അവരെ ആരാധ്യ പുരുഷന്മാരാക്കി മാറ്റുവാൻ ശ്രമിച്ചു. ആരാധന അവർക്ക് കൊടുക്കുവാൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ പൗലോസും ബർന്നബാസും വസ്ത്രം വലിച്ചു കീറിയിട്ട് പറഞ്ഞു, സഹോദരന്മാരെ, ഞങ്ങളും നിങ്ങളെപ്പോലെ സമതുല്യരാണ്, സമസ്വഭാവമുള്ളവരാണ്, സമസൃഷ്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത് ഒരുക്കരുത് എന്ന് പറഞ്ഞ് അവരെ ആരാധ്യ പുരുഷന്മാരാക്കുവാൻ ശ്രമിച്ചപ്പോൾ അവർ വസ്ത്രം വലിച്ചു കീറിയെങ്കിൽ കേവലം മനുഷ്യ സ്ത്രീയായ രക്ഷ ആവശ്യമുള്ള മരണത്താൽ മറഞ്ഞു പോകാവുന്ന ശരീരത്തിൻ്റെ ഉടമയായ മറിയയെ ആരാധിച്ചാൽ അവർ വസ്ത്രം വലിച്ചു കീറാതിരിക്കും തോന്നുന്നുണ്ടോ? പിന്നെ ഒരു സ്ത്രീ ആയതുകൊണ്ട് പരസ്യമായിട്ട് വലിച്ചു കീറത്തില്ല. പുരുഷന്മാർക്ക് വലിച്ചു കീറും പോലെ സ്ത്രീകൾക്ക് വലിച്ചു കീറാൻ പറ്റിയല്ലോ. അവരെ എവിടെയെങ്കിലും പോയിരുന്നു ഒളിച്ചിരുന്നു വസ്ത്രം വലിച്ചു കീറുമായിരുന്നു. ഇന്ന് അവർക്ക് അതിനെ നേരമുണ്ടാകുമല്ലോ. മർമ്മം മനസ്സിലായോ? പിണങ്ങരുതേ, എന്നോട് പിണങ്ങരുത്. ഞാൻ ചില സത്യങ്ങൾ പറയുന്നുണ്ടോ. യോഹന്നാന് വെളിപ്പാട് കൊടുത്ത പത്മോസ് ദ്വീപിൽ വെച്ച് വെളിപ്പാട് കൊടുക്കുന്ന സമയത്ത് ദൂതൻ്റെ മുൻപിലൊന്ന് വീണു യോഹന്നാൻ. ദൂതൻ എന്താ പറഞ്ഞേ? ആരാധന അവിടെ കൊടുക്കാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ നമ്മുടെ സാജു സാർ ഒരു പോയിന്റ് പറഞ്ഞു. ഈ കുരിശ് അച്ചായനോട് ചോദിച്ചു, അച്ചായൻ്റെ അമ്മയെ വഴി സൈഡിൽ കൊണ്ടുവരുത്തി തെണ്ടിപ്പിക്കുമെന്ന് ചോദിച്ചു. നല്ല സൂപ്പർ ചോദ്യം. അതിനപ്പുറത്തേക്കൊരു ചോദ്യം ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞാൽ അത്ര ഒക്കത്തില്ല, അത് അത്രയ്ക്കും അതിന് കടന്നു പേസാനും. എങ്കിലും ഞാൻ പറയട്ടെ, കത്തോലിക്കരെക്കാളും അല്ലെങ്കിൽ മാതാവിനെ ഞാനൊരു പ്രസ്ഥാനത്ത് എടുത്തു പറഞ്ഞാൽ വേറൊന്നും വിചാരിക്കരുത്. ഈ മറിയമ്മനെ മാതാവെന്ന് പറഞ്ഞ് ആരാധിക്കുന്ന നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അപമാനിക്കുകയോ ചെയ്യുന്നത്. അവരുടെ വസ്ത്രം അവരെ കൊണ്ട് വലിച്ച് കീറിപ്പിക്കുകയോ ചെയ്യുന്നത്. കാരണം ആരാധന ദൈവത്തിനുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ബഹുമാനം, അവരുടെ വസ്ത്രം വലിച്ചു കീറാനുള്ള അവസരം കൊടുക്കാതിരിക്കാനാണ് ഞങ്ങൾ അവരെ ആരാധിക്കാത്തത്. കാരണം അവർ ദൈവമല്ല. ഞങ്ങളെ ചെയ്താൽ അവർ വസ്ത്രം വലിച്ചു കീറും. അപ്പോൾ അവരെ കൊണ്ട് അത് കീറിപ്പിക്കാതിരിക്കാൻ വേണ്ടി
ഞങ്ങൾ അവർ അർഹിക്കുന്ന ബഹുമാനം കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോഴും പറയുന്നു, നിങ്ങളെക്കാൾ അധികമായി മറിയം എന്ന് പറയുന്ന സ്ത്രീയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇതിനെ എതിർക്കുന്ന വ്യക്തിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്കൊരു 100 കോടി രൂപ തരാമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ കളിയാക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുമോ? തോന്നും. കാരണം അതിനുള്ള ആസ്തി നിങ്ങൾക്ക് കാണത്തില്ല, നിങ്ങളെ കൊണ്ട് തരാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളെ കളിയാക്കുക ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയും കനാവിലെ കല്യാണത്തിലെ കാര്യം പറയും അല്ലേ, അത് നമുക്കൊന്ന് പഠിക്കാം. ഈ വീഡിയോയിൽ ചില ഘനമേറിയ ആഴമേറിയ ചിന്തകളാണ് വിടാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം. കനാവിലെ കല്യാണത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? യേശു ഉണ്ടായിരുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു, മറിയയും ഉണ്ടായിരുന്നു. അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ, വീഞ്ഞ് തീർന്നുവെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ, ഈ മറിയ ചെന്ന് അവരോട് പറയാനുള്ളൊരു കാരണത്തിന് അത് നമ്മൾ ആഴമായി ചിന്തിച്ചാൽ ചില പോയിന്റുകൾ നമുക്കന്ന് കിട്ടും. ഒന്നാമത്തെ കാരണം ഞാൻ പറയുന്നു, ഈ സ്ത്രീയെ ബഹുമാനമായി ചിലപ്പോഴെങ്കിൽ മരണശേഷം ആരാധ്യ ഒരു വ്യക്തിയാക്കി മാറ്റാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഇവരുടെ അടുക്കൽ ചെന്ന് കാര്യം പറയുമെന്നും ഇവർക്ക് തോന്നിയത് കൊണ്ട് അഡ്വാൻസ് ചെയ്ത് അവർ ഒരു മുൻകൂർ ജാമ്യം പോലെ അങ്ങോട്ട് ഒരു കാര്യം ചെയ്തു. യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇന്നൊരു സംഭവമുണ്ട്, അത് മിക്കറിയാം, എൻ്റെ ഇടയ്ക്ക് പറയാം, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ഞാൻ ആരാന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുത്തു. യേശു ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? യേശു ചോദിച്ച ചോദ്യത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്താണ്? ഇത് നിങ്ങൾക്കറിയണമെങ്കിൽ ഇതേ വാചകം തന്നെ, ഇതേ ചോദ്യം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരു സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ശേഷമുള്ള സംഭാഷണം എന്താണെന്ന് വിലയിരുത്തിയാൽ യേശുവും ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥം നമുക്ക് പിടികിട്ടും. ഒത്തിരി വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വചനം ഒന്ന് വായിക്കുക. ആ അധ്യായം 1 മുതൽ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ 3 രാജാക്കന്മാർ വരികയാണ്. അവർ മോവാബ് രാജാവിനോട് യുദ്ധം ചെയ്യുവാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് വരുന്നത്. അതൊക്കെ വായിച്ചു നോക്കാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ രാജാവ് ചോദിച്ചു, ഇവിടെ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ? അപ്പോൾ പറയുന്നു, ഏലിയാവിൻ്റെ ശിഷ്യനായ എലീശ ഇവിടെയുണ്ട്. ആ എലീശയുടെ അടുക്കൽ പോയി ചോദിക്കാമെന്ന് പറഞ്ഞ് അവർ ചോദിച്ചപ്പോൾ എലീശയോട് ചോദിച്ചു, ദൈവത്തിൽ നിന്നുള്ള ആലോചന അറിയാൻ ചോദിച്ചപ്പോൾ എലീശ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നിട്ട് പിന്നെ പറയുകയാണേ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്കും നിനക്കും തമ്മിൽ എന്തെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിൻ്റെ അപ്പൻ്റെ പ്രവാചകന്മാരും നിൻ്റെ അമ്മയുടെ പ്രവാചകന്മാരും ഉണ്ടല്ലോ, നീ അങ്ങോട്ട് ചെല്ലുക. ഇപ്പം വ്യക്തമായ എൻ്റെ അർത്ഥം എന്നത്, എടാ നീ അങ്ങോട്ട് ചെല്ല്, നീ നിൻ്റെ കാര്യം നോക്ക്. നിനക്ക് നിൻ്റെ കാര്യമുണ്ടല്ലോ, നിൻ്റെ അപ്പൻ്റെ പ്രവാചകനുണ്ടല്ലോ, നിൻ്റെ അമ്മയുടെ പ്രവാചകനുണ്ടല്ലോ, നിനക്ക് നിൻ്റെ കാര്യമുണ്ടല്ലോ, നിനക്കുള്ള വഴിയുണ്ടല്ലോ, നിനക്കതിനുള്ള മാർഗമുണ്ടല്ലോ, നീ അങ്ങോട്ട് പോയി. എന്തിനാ എൻ്റെ അടുക്ക വരുന്നേ? ഇത് ഞാനേ എൻ്റെ ഗുരുവായ ഏലിയാവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് എൻ്റെ കണ്ണൊന്ന് ചിമ്മുവാൻ പോലും അനുവദിക്കാതെ കൊണ്ട് ഞാൻ കാത്തിരുന്ന് പ്രാപിച്ചതായത്. അത് നിനക്കൊന്നും വേണ്ടിയുള്ളതല്ല ഇപ്പം എന്നായിരിക്കണം. അത് ഞാൻ കൂട്ടിച്ചേർത്ത ആശയമാണ്. എന്നാൽ എലീശ വ്യക്തമായി പറയുന്നു, നിൻ്റെ അപ്പൻ്റെയും നിൻ്റെ അമ്മയുടെയും പ്രവാചകന്മാരില്ലേ? പിന്നെ നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ എന്താ ബന്ധം? നീ എന്തിനാ ഇതുകൊണ്ട് ഇവിടെ വന്നേ? നിനക്ക് വല്ല കാര്യമുണ്ട്? നീ അവിടെ പോയി നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ? എൻ്റെ കാര്യം ഇത് എനിക്കുള്ളതന്നേ പറഞ്ഞ് ഒഴിവാക്കി വിടുക. അരെ ആവശ്യമായി എലീശയുടെ അടുക്കൽ വന്നയാളെ പറഞ്ഞ് ഒഴിവാക്കി വിടുക, നീ നിൻ്റെ കാര്യം നോക്കി പോകുന്നു. ഇതേ ഡയലോഗ് തന്നെ ഇവിടെ യേശു മറിയവിനോട് പറഞ്ഞ, എനിക്കും നിനക്കും തമ്മിലെന്ത് എന്ന് പറഞ്ഞാൽ എന്തിനാന്നേ? നിൻ്റെ ഗർഭപാത്രം ദൈവം ഒന്ന് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ ജന്മത്തിന് വേണ്ടി. അതിൽ കൂടുതൽ ബന്ധമൊന്നുമില്ലല്ലോ. അടുത്തിടയ്ക്ക് ഭയങ്കര വിവാദമായിട്ട് സംഭവപ്പെട്ടു, മറയിൽ നിന്നുള്ള സത്ത സ്വീകരിച്ചോ ഇല്ലയോ? എന്തിനിങ്ങനെയൊക്കെ കിഴഞ്ഞ് അന്വേഷിക്കുന്നു? നിങ്ങൾക്ക് അവസാനം എന്നെ കിട്ടി. ഒരു വലിയ പണ്ഡിതൻ ഏതാണ്ടൊക്കെ പറഞ്ഞു കൂട്ടുന്നു. എന്തുവാ യേശുവിൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ പാപം വരെ ചെയ്യാൻ സാധ്യതയുള്ള, അതിൻ്റെ പ്രലോഭനങ്ങൾക്ക് പോകാൻ പറ്റുന്ന ശരീരമായിരുന്നു. ഇതൊക്കെ ഇദ്ദേഹത്തോട് ആര് പറഞ്ഞു ഇവരോടൊക്കെ? ഇവരൊക്കെ എൻ്റെ പല വീഡിയോ കാണുന്നുണ്ട്. എന്താ മിണ്ടാത്തെന്നറിയാമോ? ഈ പണ്ഡിതന്മാരൊക്കെ കാണുന്നുണ്ട്. ഇവരൊക്കെ പഠിച്ചു വെച്ച് പല തിയോളജിയും വലിച്ചെറിയേണ്ട സമയമാണെന്ന് വചനത്തിലൂടെ വെളിപ്പെട്ടു. എൻ്റെ ദേഷ്യം കൊണ്ട് പറയുന്നില്ല, വിഷമം കൊണ്ട് പറയുന്നതാണ്.
ഇപ്പോൾ ദൈവശാസ്ത്രം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബൈബിൾ കോളേജ് നടത്താൻ പോകുന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, ദൈവശാസ്ത്രം തിയോളജി, പുതിയ നിയമ തിയോളജി പഠിക്കാനായിട്ട് വരിക. അത് ഞാൻ സ്നേഹത്തിൽ വിളിച്ച് ചോദിച്ചു, തിയോളജി എന്ന് പറഞ്ഞാൽ എന്തുവാ? ദൈവശാസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? മറുപടിയില്ല. അപ്പോൾ എൻ്റെ പോസ്റ്റ് ഫേസ്ബുക്കിൽ അടുത്തയാളോട് ചോദിച്ചിട്ടുണ്ട്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? മറുപടിയില്ല. ശാസ്ത്രത്തിന് ആദ്യം ഒരു നിർവചനം, ഇവിടെ ചില പണ്ഡിതന്മാർ മാത്രമുള്ള ഒരു ഗ്രൂപ്പിൽ കയറി 4 പ്രാവശ്യം ഞാൻ ചോദിച്ചു, ഒരു പണ്ഡിതനും മറുപടി ചെയ്തില്ല. എൻ്റെ ചോദ്യത്തിൽ കഴമ്പില്ലാത്തതുകൊണ്ടായിരിക്കും, അതോ മറുപടി ഇല്ലാത്തതുകൊണ്ടാണോ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആദ്യം പറയണം, ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ ശാസ്ത്രമേ. ആത്മീയ ലോകം ഇവിടെ തകർന്നു പോകാനുള്ള പ്രധാന കാരണം ഇതാണ്. ഞാനതിൽ മറ്റൊരാശയമായിട്ടൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടും ഇതിൻ്റെ ദൈർഘ്യം കൂടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനിവിടെ കൂട്ടിച്ചേർക്കുന്നില്ല. യേശു മറിയിൽ നിന്ന് സത്ത സ്വീകരിച്ചു. എന്താ കുഴപ്പം? എന്താ സ്വീകരിച്ചില്ല? എന്താ കുഴപ്പം? എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത്? ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഒരു ഉദാഹരണമായിട്ടൊരു കാര്യം പറയാം. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം ഡാമേജായി. ഡോക്ടേഴ്സ് പറഞ്ഞു തൻ്റെ ഭർത്താവിൻ്റെ ഹൃദയം മാറ്റിവെക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയൽവക്കത്തുണ്ടായിരുന്ന ചന്ദ്രൻ ചേട്ടൻ്റെ ഹൃദയം ഏതായാലും അവിടെ ബ്രെയിനിൽ അറ്റാക്ക് നടന്നു, മസ്തിഷ്ക മരണം നടന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഈ ഹൃദയം ആർക്കെങ്കിലും കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ബാബു എന്ന് പറയുന്ന ചേട്ടനാണ് ഇവിടെ പേഷ്യൻ്റായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലോചനയുടെ ഭർത്താവായിരിക്കുന്ന ബാബുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ അടുത്ത ചന്ദ്രൻ ചേട്ടൻ്റെ ഹൃദയം കൊടുക്കാൻ തീരുമാനിച്ചു. അതെടുത്ത് ബാബുവിന് വെച്ചു. പക്ഷെ ചന്ദ്രൻ ചേട്ടൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ജാനകി. ബാബുവിന് ഹൃദയം വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയമാണ് ഇവ ബാബുവിന് ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രക അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സുലോചന സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറ. യേശുവിന് മറിയയുടെ സത്ത സ്വീകരിച്ചു എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കി വലിയ ആളാകാൻ നോക്കുന്ന നിങ്ങൾ പറ. അങ്ങോട്ട് ചെന്ന് ചന്ദ്രൻ എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയമാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളൊക്കെ ബ്ലഡ് കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തിട്ടുണ്ട് ബ്ലഡ്. എൻ്റെ ബ്ലഡ് സ്വീകരിച്ച വ്യക്തിയുടെ അടുക്ക ചെന്നിച്ച് എൻ്റെ ബ്ലഡാണ് നിങ്ങളുടെ കയറിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവകാശം പറഞ്ഞിട്ട് ചെല്ലാൻ പറ്റുമോ? എൻ്റെ വീട്ടിൽ പിറന്നവളാ ഒരു പെൺകുട്ടിക്ക് അത് കൊടുത്തത്. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സഹപാഠിയായിരിക്കുന്ന സഹോദരിക്ക് ഞാൻ എൻ്റെ ബ്ലഡ് കൊടുക്കുന്നത്. എൻ്റെ ബ്ലഡ് അവർക്ക് കൊടുത്തു. എൻ്റെ ബ്ലഡ് അവരുടെ ശരീരത്തിൽ ഓടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിലെ ഒരംഗമാണെന്നും പറഞ്ഞ് സ്ഥാപിക്കാൻ നോക്കിയാൽ നടക്കുമോ? എന്തിനാ ഈ ആവശ്യമില്ലാത്ത ഈ ഒരു അർത്ഥമില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ ഈ വിളമ്പത്? നിങ്ങൾ ഒരു പടി ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. മറിയിൽ നിന്ന് സ്വീകരിക്കാതിരിക്കുമോ? സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ ഒരു ശരീരമാണെന്ന് ആദ്യം പഠിക്കും നിങ്ങൾ. സ്വർഗത്തിൽ ദൈവം ഒരുക്കിയ ഒരു ശരീരമാണ്. ആ ശരീരം വരാൻ വേണ്ടി അതിനിപ്പോൾ വേണ്ട അവിടുന്ന് വല്ലോ റോക്കറ്റിൽ ഇങ്ങോട്ട് വിട്ടെങ്കിൽ ഈ റോക്കറ്റുമായിട്ട് ബന്ധമെന്ന് പറയുമോ? ശരീരത്തിന് വരാനൊരു ഗർഭപാത്രമല്ലായിരുന്നു വേണ്ടത്. അത് മറിയൽ സ്വീകരിച്ചു. ഇനി മറിയൽ സ്വീകരിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഒരു വലിയൊരു രഹസ്യം വെളിപ്പെടുത്താം. എന്നോട് ചിലർ ചോദിച്ചൊരു ചോദ്യമാണ്. അവർക്ക് ഞാൻ വ്യക്തിപരമായിട്ട് മറുപടി കൊടുത്തത്. ഞാൻ അതെന്താണെന്ന് പറയാം. മത്തായി സുവിശേഷത്തിൽ നമ്മൾ യേശുവിൻ്റെ വംശാവലി വായിച്ചു വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ വരുമ്പോൾ യോസേപ്പ് യാക്കോബിൻ്റെ മകനാണ്. അപ്പോൾ യോസേപ്പിൻ്റെ പിതാവിൻ്റെ പേര് യാക്കോബ്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തിൽ വരുമ്പോൾ യോസേപ്പ് ഹേലിയുടെ മകനാണ്. അതായത് യോസേപ്പിൻ്റെ അപ്പൻ്റെ പേര് ഹേലി. ഇത് വായിച്ചിട്ടുള്ളവർ ഇതിനെക്കുറിച്ച് സംശയം ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും കത്തോലിക്ക് വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അവരുടെ അച്ഛന്മാരോടൊക്കെ ചോദിച്ചതാണ്, തൃപ്തികരമായി മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വാട്സാപ്പിലൂടെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതറിയില്ലാത്തവർക്കായി ഞാൻ അതിൻ്റെ ഒരു വിശദീകരണത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. യേശുവിനെ മത്തായി സുവിശേഷം എഴുതുമ്പോൾ തന്നെ എൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അവിടെ അബ്രഹാം കഴിഞ്ഞാൽ നേരെ ദാവീദാണ് പറയുന്നത്, ഇസഹാക്കോ യാക്കോബൊന്നുമല്ല. ദാവീദ് കഴിഞ്ഞാൽ വീണ്ടും മക്കളുണ്ട്, പക്ഷെ അവരെ ആരെയും പറയാതെ ദാവീദിൻ്റെ സന്തതി ഇവിടെ വരാനുള്ള കാരണം. ദാവീദിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയുമ്പോൾ ഒത്തിരി നീണ്ടുപോകും. ഞാൻ ചുരുക്കി പറയുകയാണ്. ഇവിടെ മത്തായി സുവിശേഷത്തിൽ പറയുമ്പോൾ യോസേപ്പ് യാക്കോബിൻ്റെ മകനും, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ യോസേപ്പ്
ഹേലിയുടെ മകനും എന്നാണ്. എന്നാൽ ഈ യാക്കോബ് തന്നെയല്ല ഹേലി. അത് പിതാക്കന്മാരുടെ പേര് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങളെടുത്ത് വായിച്ചു നോക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായവും അതുപോലെ തന്നെ മത്തായി സുവിശേഷം 1-ാം അധ്യായം വായിക്കും പറയാം. എന്നാൽ അവിടെ ഈ യോസേപ്പിൻ്റെ പിതാവ് ഹേലി എന്ന് പറയുമ്പോൾ അവിടെ അമ്മായിയപ്പനും മരുമകനും എന്നുള്ള പേരിലാണ് ഹേലിയെക്കുറിച്ച് പറയുന്നത്. കാരണം ഹേലിയുടെ മകളാണ് മറിയ. മനസ്സിലായോ? ഹേലിയുടെ മകളാണ് മറിയ. ആ മറിയയുടെ ഗർഭപാത്രമാണ് യേശുവിൻ്റെ ജന്മം കൊള്ളുവാനായി സ്വീകരിച്ചത്. പക്ഷെ അവിടെ മറിയയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ മറിയയെ മാറ്റി നിർത്തിയിട്ട് യോസേപ്പിന് പ്രാധാന്യം കൊടുത്തെന്ന് പറയുകയാണ്. അത് ചെന്നെത്തുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഈ ഹേലിയുടെ വംശാവലി ചെന്നെത്തുന്നത് ദാവീദിൻ്റെ മകനായ നാഥാനിലാണ് ചെന്ന് കയറുന്നത്. ഏറ്റവും പുറകെ ചെന്നാൽ അത് ഹേലിയുടെ അപ്പൻ അവിടെ നിന്ന് പറഞ്ഞ് വരുമ്പോൾ ഏറ്റവും പുറകിൽ നാഥാനിൽ വരും. നാഥാൻ ദാവീദിൻ്റെ മകൻ. എന്നാൽ ഇവിടെ യാക്കോബിൻ്റെ വംശാവലി പറഞ്ഞു വരുമ്പോൾ യാക്കോബിൻ്റെ വംശാവലി പുറകോട്ട് പോയി ശലോമോനിൽ ചെല്ലും. ശലോമോൻ ദാവീദിൻ്റെ പുത്രൻ. മനസ്സിലായല്ലോ? അപ്പോൾ ദാവീദിൻ്റെ സന്തതിയായ ശലോമോനിൽ നിന്ന് വംശപാരമ്പര്യം പോയി യാക്കോബിൽ ചെന്നു. ദാവീദിൻ്റെ സന്തതിയായ നഥാനിൽ നിന്നും വംശപാരമ്പര്യം പോയി ഹേലിയിൽ ചെന്നു. ഹേലിയുടെ മകളായ മറിയവും യാക്കോബിൻ്റെ മകനായ യോസേപ്പും. അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ദാവീദിൽ നിന്ന് ഇങ്ങനെ പോയി 2 വഴിയായി ചെന്നു എവിടെ മറിയ യോസേപ്പ് എന്നിവരിൽ ചേർന്നിട്ട് ആ കുടുംബത്തിൽ യേശു ജനിക്കുന്നു. ഇതാണ് ദാവീദിൻ്റെ സന്തതി എന്ന് പറയാനുള്ള കാരണം. അതിന് വേറെ പദ്ധതിയുണ്ട്, അത് ഞാനിപ്പോൾ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മറിയയുടെ പ്രാധാന്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് യോസേപ്പിനെ അമ്മായിയപ്പൻ്റെ ചാലിലൂടെ കയറ്റിവിട്ടത്. എന്തുകൊണ്ട്? ഇവിടെ യോസേപ്പിൻ്റെ അപ്പൻ്റെ പേര് യാക്കോബ് എന്നാണ്. ആ യാക്കോബിൻ്റെ പോയി വല്യപ്പനാണ് ശലോമോൻ. ആ ശലോമോൻ്റെ അപ്പനാണ് ദാവീദ്. ഇവിടെ എങ്ങനെയാണെങ്കിൽ ഈ യോസേപ്പിനെ കയറ്റിവെക്കാതെ യോസേപ്പിൻ്റെ ഭാര്യയായ മറിയയുടെ അപ്പനായ ഹേലി എന്ന് പറയാത്തത് എന്താണ്? മാതാവ് ഭക്തന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്. മാതാവ് ഭക്തരോടാണ് ചോദിക്കുന്നത്. യോസേപ്പിനെ അമ്മായിയപ്പൻ്റെ ഈ ഹേലിയെ മരുമകൻ്റെ പേരിലാണ് വിട്ടെ, മകളുടെ പേരിലല്ല വിട്ടെ. ഉള്ള സത്യം പറയാം. മരുമകൻ്റെ പേര് കൊടുത്ത്, അതായത് മകളെ ഒഴിവാക്കി നിർത്തി മരുമകൻ്റെ പേര് പറഞ്ഞിട്ട് പോലും ഇതാണ് അംഗവങ്കി. ആ പേരും കൂടി ഒന്ന് ചേർന്നായിരുന്നെങ്കിൽ. മത്തായി സുവിശേഷത്തിൽ യേശുവിൻ്റെ വംശാവലി പറയുമ്പോഴല്ലോ മറിയയുടെ ഭർത്താവായ യോസേപ്പ്, അവിടെ യോസേപ്പിന് മുൻ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറിയയിലൂടെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമല്ല, അത്ര ബന്ധമുള്ളൂ വംശാവലി. പക്ഷേ ഉണ്ടല്ലോ 10ാം തലമുറക്കാർ പോലും യഹോവയുടെ സന്നിധിയിൽ വരുവാൻ അനുവാദമില്ലാത്ത ശാപം പിടിച്ച മോവാബ് സ്ത്രീയായ രൂത്തിൻ്റെ പേര് പോലും പ്രാധാന്യം കൊടുത്ത് അവിടെ കയറി വന്നു. അപ്പോഴും ഇവിടെ കേവലം യോസേപ്പിനെ ഒന്ന് പറയാൻ വേണ്ടി മാത്രം മറിയയുടെ പേരൊന്ന് ചേർത്തൊന്ന് മാത്രം. കാര്യം മനസ്സിലായോ? പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നേ, ഈ സുവിശേഷം എഴുതിപ്പിച്ച പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ യഹോവയായ ദൈവത്തെക്കാൾ ഉന്നത സ്ഥാനത്ത് കയറ്റിവെക്കുമെന്ന്. ആരെ? മറിയെ കയറ്റിവെക്കുന്നറിയാം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ എഴുതിപ്പിച്ചു പോയത്. മനസ്സിലായല്ലോ? ദാവീദിൻ്റെ സന്തതി എന്ന് പറയാനുള്ള കാരണം മനസ്സിലായല്ലോ? യോസേപ്പിൻ്റെ 2 അപ്പന്മാരൊന്നുമല്ലോ, ഒന്ന് അപ്പനും ഒന്ന് അമ്മായിയപ്പനോ. ഈ അമ്മായിയപ്പൻ വഴി ചെന്നാലും ദാവീദ് ചെല്ലും, അപ്പൻ വഴി ചെന്നാലും ദാവീദ് ചെല്ലും. അപ്പോൾ അതാണ് കാരണം. അപ്പം ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ എനിക്കും നിനക്കും തമ്മിൽ എന്താണെന്ന് ചോദിച്ചതിൻ്റെ കാരണം, അതിൻ്റെ അർത്ഥം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി കിട്ടി. ഇനി ന്യായമായി ചിന്തിക്കാവുന്നൊരു കാര്യം പറയും. അതിനകത്ത് വലിയൊരു പോയിൻ്റുണ്ട്. ഈ 30 വയസ്സ് വരെ ഈ വീട്ടിൽ ജീവിച്ചിട്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. 12 വയസ്സ് വരെ ഉറപ്പായിട്ടുണ്ടായിരുന്നു. ഒരത്ഭുതം പോലും ഒരടയാളം പോലും ചെയ്യാത്ത, ആകപ്പാടെ വിസ്മയം തോന്നിയത് 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിലിരുന്ന് വളരെ ജ്ഞാനത്തോടു കൂടി അവിടെ പരീശന്മാരോട് ശാസ്ത്രിമാരോടൊക്കെ സംസാരിക്കുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ. അടയാളങ്ങളുടെ ആരംഭമായി കനായുടെ കല്യാണത്തിലാണ് നടക്കുന്നത്. അതിന് മുമ്പ് നടന്നിട്ടില്ല. ഈ മാതാവിന് എങ്ങനെ, ഈ യേശുവിൻ്റെ മാതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മറിയമ്മന് എന്ത് ധൈര്യമുണ്ടായി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഈ കാര്യം പറയാനായിട്ട്? എന്താണ് ധൈര്യമുണ്ട്? എന്തിൻ്റെ ഉറപ്പിൽ? ഇതിന് മുൻപ് ഒരു അത്ഭുതം ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അതെ, ഞാൻ വീട്ടിൽ വെച്ച് എൻ്റെ മകനൊരു അത്ഭുതം ചെയ്ത് ഞാൻ കണ്ട അവനത് സാധിക്കുന്നേ എന്ന് പറയാം.
ഇതിനു മുൻപ് ഒരു അത്ഭുതം പോലും ചെയ്യാതെ ഇരിക്കെ എങ്ങനെ മറിയമിന് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ഇത് പറയുവാനുള്ള ധൈര്യം കിട്ടി? ഇന്ന് നമുക്കറിയാം യേശു അത്ഭുതം ചെയ്യുന്നവനാണെന്ന്, കാരണം തുടക്കം കനാവിലായിരുന്നു. ഈ തുടക്കത്തിന് മുൻപ് ഇങ്ങനെ പറയാനുള്ള ധൈര്യം ഇവിടുന്ന് കിട്ടി. ഒറ്റ വാക്ക് മറിയമിനറിയാമേ, എൻ്റെ ഉദരത്തിൽ അവൻ ജന്മം കൊണ്ടത് തന്നെ ഒരു അത്ഭുതമാണ്. മനസ്സിലായോ? കന്യകയായ എൻ്റെ ഉദരത്തിൽ അവൻ ജന്മം കൊണ്ടത് തന്നെ ഒരു അത്ഭുതമാണ്. അവൻ്റെ ജന്മം ഒരു അത്ഭുതമായിരുന്നെങ്കിൽ അവൻ്റെ സകല പ്രവൃത്തികളും അത്ഭുതമായിരിക്കും. മനസ്സിലായോ? അല്ലാതെ ഇതിനു മുമ്പ് അത്ഭുതം ചെയ്തിട്ടൊന്നുമല്ല. അതുതന്നെ യേശു, ഈ ഒരൊറ്റ സംഭവം തന്നെ മറിയം ഈ ദൈവത്തിൻ്റെ ലിസ്റ്റിൽ കയറിപ്പെടാതിരിക്കാൻ ഒഴിവായി മാറുകയാണ് ചെയ്തത്. കാര്യം വല്ലതും ഉണ്ടെങ്കിൽ അവനോട് പറഞ്ഞോട്ടെ, അവൻ എന്ത് കൽപ്പിച്ചാലും ചെയ്തോണം. അയ്യോ, വീട്ടിൽ അമ്മയുള്ളപ്പോൾ മാതാവുള്ളപ്പോൾ മകനാണോ പറയണ്ടേ? ന്യായമായ ചോദ്യമാണ്. മാതാവില്ലാതെ മകനുണ്ടാകത്തില്ലല്ലോ. അപ്പം മാതാവുള്ളപ്പോൾ മകനാണോ പറയേണ്ടത്? മാതാവല്ല പറയണ്ടേ? ഞാൻ നിങ്ങളൊരു വീട്ടിൽ കല്യാണം വിളിക്കാതിരുന്നു, അവിടെ അമ്മയുണ്ട് മോനുമുണ്ട്, നിങ്ങൾ ആരെയാണ് കല്യാണം, ആരോടാണ് കല്യാണം പറഞ്ഞിട്ട് വരുന്നത്? മാനോട് പറയുക, അത് അമ്മയോട് പറയുക? സ്വാഭാവികമായിട്ട് ചിന്തിച്ചേ. വേണ്ട, നമ്മുടെ ഈ നാട്ടിൽ കേരളത്തിൽ റേഷൻ കാർഡിൽ പോലും ആരുടെ പേരില്ല, സർക്കാരിൻ്റെ വീക്ഷണത്തിൽ പോലും ആരുടെ പേരില്ല, മാതാവിൻ്റെ പേരിലല്ലേ. അങ്ങനെയാണെങ്കിൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേ. ഈ പറയപ്പെടുന്ന മാതാവ് ഭക്തരായിരുന്ന ആ കല്യാണത്തിന് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അന്ന് ഒരു വീഞ്ഞും കുടിക്കലും നടക്കത്തില്ല, കല്യാണം അലമ്പ പിരിഞ്ഞു പോയേനെ. കാരണം അവർക്ക് യേശുവിൻ്റെ അടുത്ത് പോയി പറയാൻ മടിയാണ്, അവർ പറയത്തില്ല. ഇന്നും അങ്ങനെ തന്നെയല്ലേ. ഞങ്ങളുടെ ടൗണിലൊരു കടയിൽ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. യേശുവിൻ്റെ ഫോട്ടോ ഇരിക്കുക, യേശുവിൻ്റെ ഒരു പ്രതിമ ഇരിക്കാൻ പറഞ്ഞിട്ട് വർഷങ്ങളായി. കട തുടങ്ങിയപ്പോൾ വെച്ചത്, അത് പൊടിയും പറ്റി അവിടെ ഇരിക്കുക, ആർക്കും വേണ്ട. മാതാവിൻ്റെ ആഴ്ചയിൽ ഓർഡർ ഇറക്കിയില്ലെങ്കിൽ സംഭവം തീർന്നു പോകും. വേണ്ട, ഇനി ഭണ്ണാരക്കുറ്റി ഒന്ന് പൊട്ടിച്ചേ, യേശുവിൻ്റെ ഒരു രൂപം വെച്ചിട്ടൊരു ഭണ്ണാരം വെച്ചേ, 12 വർഷം കൂടി എന്ന് പറഞ്ഞാൽ ഒരു ചായ പിടിക്കാനുള്ള കാശ് കിട്ടുമോ? മാതാവിൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ ഇരിക്കുന്ന ഭണ്ണാരം ആഴ്ച തുറന്നില്ലെങ്കിൽ വലിയ പ്രളയം അവിടെ ഉണ്ടാകും, പണപ്രളയം. ഒരു ചിന്ത പറഞ്ഞോട്ടെ, വേദനിക്കരുതേ. കാരണം ഇത്രയും സ്പഷ്ടമായി വചനം പറഞ്ഞിട്ട് നിങ്ങൾ കാതലായതിലേക്ക് പോവുക, എൻ്റെ ശൈലിയിലേക്ക് പോകാതെ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്തോണം, അവനാ പാർട്ടി. എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് സമയത്തിന് മുൻപ് കാര്യം നടക്കണമെങ്കിൽ മാതാവിനോട് ചെന്ന് പറയണം. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും നിങ്ങളുടെ സിംഹാസനത്തിൽ കയറ്റിയിരിക്കുന്ന ഒരു ശിഷ്യനുണ്ടല്ലോ, പത്രോസ്. ഈ പത്രോസിനോട് യേശുവിൻ്റെ കാര്യം ചെന്ന് പറഞ്ഞ ആരാന്നറിയാമോ? അന്ത്രയോസ. അപ്പോഴങ്ങനെയാണെങ്കിൽ പത്രോസിനേക്കാൾ മൂത്ത പാർട്ടിയോടെ ഇരിക്കുമല്ലേ അന്ത്രയോസ് പറഞ്ഞപ്പോഴല്ലേ പത്രോസ് കാര്യം മനസ്സിലാക്കി യേശുവിനെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം എടുത്ത് വായിക്കുക. അന്ത്രയോസ് പറഞ്ഞപ്പോഴല്ലേ പത്രോസിന് പിടുത്തം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പത്രോസിനേക്കാൾ പ്രാധാന്യം അന്ത്രയോസിന് കൊടുക്കണ്ടേ? എതിരെ പോയി ആശയം. എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? മറുപടി പറയണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കനാവിലെ കല്യാണത്തിന് ശരിക്കും മറിയമിനറിയാം, ഇവൻ എൻ്റെ ഉദരത്തിൽ ജനിച്ചതെന്നൊരു അത്ഭുതമാണ്. അതുകൊണ്ട് അവൻ അത്ഭുതം ചെയ്യുന്നവൻ, ഞാനല്ല. അപ്പോൾ എനിക്കും നിനക്കും തമ്മിൽ എന്തെന്ന് ചോദിച്ചതിൻ്റെ പിന്നിലെ കാരണം രാജാക്കന്മാരുടെ അവസ്ഥ എന്ന് മനസ്സിലായല്ലോ. എലീശയുടെ അടുക്കുമ്പോൾ എലീശനെ പറഞ്ഞാൽ, നീ പോയി നിൻ്റെ അപ്പൻ്റെയും നിൻ്റെ അമ്മയുടെയും പ്രവാചകന്മാരുടെ അങ്ങോട്ട് പോകും, നമ്മൾ തമ്മിൽ എന്നാ ബന്ധം, നീ നിൻ്റെ വഴിക്ക് പോകും. ഇത് തന്നെയാണ് യേശുവും പറഞ്ഞത്, എനിക്കും നിനക്കും തമ്മിലെന്ത്, നിൻ്റെ ഗർഭപാത്രം ദൈവം ഒന്ന് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ തമ്മിൽ എന്നാന്നേ പോന്നേ, നിങ്ങളുടെ കാര്യം അന്വേഷിക്കുക, നിങ്ങൾ കല്യാണത്തിന് ഒന്നാണ്, കല്യാണം കൂടുക. മനസ്സിലായോ? പിന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നത്, ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു യോഹന്നാനോട്, യോഹന്നാനെ ഇതാ നിൻ്റെ അമ്മ. നിൻ്റെ അമ്മ, നിങ്ങളുടെ അമ്മയല്ല, നിൻ്റെ അമ്മ. എൻ്റെ മറിയമിനോട് പറയുക, ഇതാ നിൻ്റെ മകൻ. ശരി, യോഹന്നാനോട് പറഞ്ഞ് സമ്മതിച്ചു, ഒരാളോട് പറഞ്ഞാൽ മതി, എല്ലാവരും ഏറ്റെടുത്ത്. കാരണം എങ്ങനെയാണുള്ളത്, ആകയാൽ നിങ്ങളെ ഞാൻ അയക്കുന്നു പറയുമ്പോൾ 12 പേരെയാണല്ലോ അയച്ചത്, നമ്മളെയൊന്നും അയച്ചിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങളെന്ന് പറഞ്ഞത് അങ്ങോട്ട് കൊടുത്ത് നമ്മളത് സർവ്വലൗകികമായിട്ട് കാതോലികമായിട്ട് നമുക്കത് സ്വീകരിക്കാം. യോഹന്നാനോട് ആരോട് പറഞ്ഞതുള്ളൂ, അത് നമ്മൾ സ്വീകരിക്കാം. പക്ഷേ സ്ത്രീയോട് പറഞ്ഞത് എന്തോന്നാ? ഈ മറിയമിനോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ഈ നിൽക്കുക. ബാക്കി യൂത ഒഴികെ ബാക്കി 11 പേരില്ലേ, ബാക്കി 10 പേരല്ലേ? യൂതയെ കഴിഞ്ഞാൽ ബാക്കി 10 പേരല്ലേ? ഇതാ നിൻ്റെ മക്കളെന്ന് എന്തേ പറയാതിരുന്നത്? യേശുവിന് തന്നെ ഗ്രാമർ അറിയത്തില്ലായിരുന്നോ?
യോഹന്നാനോട് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചില്ലേ, ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യോഹന്നാനോട് മാത്രം പറഞ്ഞാലും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതാണ്, ഞാനും ഒക്കെ അതിനകത്ത് ഉൾപ്പെടും, സമ്മതിച്ചു. പക്ഷേ മറിയോട് പറഞ്ഞപ്പോൾ എന്താ, ഇതാ നിന്റെ മക്കളെന്ന് പറയാതിരുന്നേ, യോഹന്നാനെ യേശുവിന് യോഹന്നാനെ മാത്രം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്ന്, ബാക്കിയുണ്ടെന്ന് ശിഷ്യന്മാരല്ലായിരുന്നോ? എന്നിട്ട് ശ്രദ്ധിക്കുക, അന്നു മുതൽ അവൻ യോഹന്നാൻ ആ സ്ത്രീയെ വീട്ടിൽ സ്വീകരിച്ചു. ബാക്കിയുള്ളവരെന്ത് സ്വീകരിക്കാതിരുന്നേ? എന്തിനു പോയി? പത്രോസ്, അതായത് തോമസ്, യാക്കോബ്, മറ്റേ യൂദ, ഇവരൊക്കെ എന്തിയ വീട്ടിൽ പോയിക്കൊള്ളാനായിരുന്നേ? യോഹന്നാൻ മാത്രം കൈക്കൊണ്ടേ. അപ്പോൾ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അവിടെ യേശു പറഞ്ഞാണെന്ന് വളരെ വ്യക്തമല്ലേ? എന്തിനാ നമ്മളിങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? അച്ഛൻ പറഞ്ഞ ഓർക്കണേ, ആരാധനയുടെ റൂട്ട് തെറ്റിയാൽ എവിടെ ചെല്ലും? പിശാചിൻ്റെ അടുക്കൽ ചെല്ലും. അവൻ അത്ഭുതമൊക്കെ ചെയ്യും. പരീക്ഷ ജയിക്കാനും അമേരിക്കയ്ക്ക് പോകാനും കൊച്ചിൻ്റെ കല്യാണം കഴിക്കാനും ഇല്ലാത്ത ജോലി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ അവന് കഴിയും. അവൻ ജ്ഞാനപൂർണ്ണനായിരുന്നേ, അവന് കഴിയുമെന്നേ, അവന് കഴിയും. പക്ഷെ എന്തുകൊണ്ട് അന്ന് മുതൽ ആ സ്ത്രീയെ യോഹന്നാൻ മാത്രം വീട്ടിൽ കൈക്കൊണ്ട്? ബാക്കിയുള്ള ശിശുമാർക്ക് മാതാവ് അല്ലായിരുന്നോ? അല്ലായിരുന്നു, അല്ലായിരുന്നു, അല്ലായിരുന്നു. അതാണ് എൻ്റെ അർത്ഥം. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. ഇവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ സ്വർഗത്തിനും ആകാശമെന്നുള്ള പദം ട്രാൻസ്ലേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാൻ എഴുതിയിട്ടുണ്ട്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്നുള്ളത് സ്വർഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പാട്ട് എഴുതിയ വ്യക്തിയോട് ഞാൻ ചോദിക്കില്ല, അദ്ദേഹമില്ല, സോറി, നമുക്കറിയാലോ, പാട്ടിൻ്റെ പടക്കം വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ, അദ്ദേഹം കാണാൻ സാധ്യത എനിക്കറിയില്ല. എങ്കിലും അത് പാടുന്നത് നമ്മളോടൊന്ന് ചോദിക്കട്ടെ. ആകാശങ്ങളിൽ ഇരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. ഈ ആകാശം എന്ന് ഉദ്ദേശിച്ചത് സ്വർഗമാണോ? സ്വർഗാദി സ്വർഗമാണോ? എങ്കിൽ ശരിയാണ്. ഇല്ല, ആകാശം എന്നുള്ളത് പച്ച മലയാളത്തിലാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ആകാശത്തിലിരിക്കുന്ന പിതാവ് ആരാണെന്ന് പറഞ്ഞാൽ വചനം പഠിക്കണം. അതറിയണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ 1, 3, 4, 5, 6 ഈ ദിവസങ്ങളെല്ലാം നല്ലതെന്ന് കണ്ടു. കാരണം അന്നത്തെ പ്രവർത്തികൾ നല്ലതെന്ന് കണ്ടുകൊണ്ടാണ്. പക്ഷേ 2-ാം ദിവസത്തെ പ്രവൃത്തി മാത്രം നല്ലതെന്ന് കണ്ടിട്ടില്ല. അവിടെ 2-ാം ദിവസത്തെ ഒട്ട് അനുഗ്രഹിച്ചിട്ടുമില്ല. കാരണം അറിയാമോ? അവിടെ വിധാനം ഉണ്ടാക്കിയത് അത് ആർക്കുള്ളതെന്നറിയാം വിധാനം. എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായത്തിൽ പഠിക്കണം. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന, യെരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൽ പറഞ്ഞത്, ആകാശരാജ്ഞികൾ, ദുർഭൂതങ്ങളായ ആകാശരാജ്ഞികൾ. നിങ്ങൾ ആകാശത്തിലിരിക്കുന്നവന് മഹത്വം കൊടുക്കുമ്പോൾ ദുർഭൂതങ്ങളായ ആകാശരാജ്ഞികളാണ് അത് ഉൾക്കൊള്ളുന്നത്, അത് സ്വീകരിക്കുന്നത്, അതിൽ പ്രീതിപ്പെടുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ കാഴ്ചപ്പാട് അച്ഛന് കിട്ടി. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് റൂട്ട് തെറ്റി അവിടെ ചെല്ലുമെന്ന് പറഞ്ഞ്. നിങ്ങളുടെ വീടിൻ്റെ കിഴക്കേ അറ്റത്തൊരു വേലാദ്യം ചേട്ടനുണ്ട്, പടിഞ്ഞാറ് ഭാഗത്തൊരു വേലാദ്യം ചേട്ടനുണ്ട്. കിഴക്കേ ഭാഗത്ത് വേലാദ്യം ചേട്ടനോട് ഒന്ന് കാര്യം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പടിഞ്ഞാറ് ഭാഗത്തെ ആളെന്നൊക്കെ വ്യക്തമായില്ല. കാരണം സ്ഥലം പറഞ്ഞില്ലേ. നിങ്ങൾ ആകാശങ്ങളിൽ ഇരിക്കുന്ന എന്ന് പാടുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്? സ്വർഗാദി സ്വർഗമാണോ? ഇല്ല എങ്കിൽ സ്ഥലം വ്യക്തമാക്കി. ആകാശത്തിൽ അവിടെ ദുർഭൂതങ്ങളും ആകാശരാജ്ഞി എന്ന് പറയുന്ന ദുർഭൂതങ്ങൾ അവിടെ ഇരിക്കുന്നത്. അവരാ ഇതൊക്കെ കൊടുക്കുന്നത് ഈ സാധനം. മനസ്സിലായല്ലോ? പച്ചയ്ക്കണ്ട് പറയുക. നിങ്ങൾ അവിടെ ഏതാണ്ട് കൃപയുടെ വലിയ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങോട്ട് ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ആകാശരാജ്ഞിയെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. സംശയമുള്ളവർ പോരെ, നമുക്ക് വചനത്തിന് സംസാരിക്കാൻ തെളിയിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വണങ്ങിയാൽ എല്ലാം കിട്ടുന്നേ. അത് നമ്മുടെ യേശുവും പറഞ്ഞില്ലേ, ഒന്ന് വണങ്ങിയാൽ മതി, എല്ലാം കിട്ടും. അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മയെല്ലാം തരും. ഈ അമ്മ എവിടെയപ്പം? അപ്പോൾ അവിടെ ഈ ബാബു കെ എന്ന് പറയുന്ന ആ പ്രിയ വ്യക്തി, അദ്ദേഹം ഒരു ആത്മീയ കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യനാണെന്ന് ഞാനതിന് വിലയിരുത്തി. കാരണം അദ്ദേഹം പറയുന്നത് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന മറിയ. ആ പദം ശ്രദ്ധിക്കണേ, അദ്ദേഹം നല്ല പരിജ്ഞാനത്തോടു കൂടി അത് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിൽ പ്രവർത്തിക്കുന്ന മറിയ. യേശുവിനെ പ്രസവിച്ച അമ്മ മറിയുണ്ടല്ലോ, അവരെല്ലാം കഴിഞ്ഞ് വിശ്രമിക്കുക. അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ വിശ്രമിക്കുക. ദാനിയേലിനോട് എന്താ പറഞ്ഞത്? നീയോ ദാനിയേൽ പോയി വിശ്രമിച്ചു കൊടുക്കുക. സങ്കീർത്തനത്തിൽ എത്രയോ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും നിന്നെ സ്തുതിക്കുന്നില്ല.
അവർക്ക് നിന്റെ അത്ഭുതങ്ങൾ നീ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി ചോദിക്കുന്നു. സംശയമുള്ളവർ ചോദിക്കുക, ഞാൻ റെഫറൻസും വാക്യവും പറയാം, ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. മരിച്ചവർക്ക് നിന്റെ അത്ഭുതങ്ങളെ കാണിച്ചു കൊടുക്കുമോ? മരിച്ചവർക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണിച്ചു പോലും കൊടുക്കത്തില്ല. പിന്നെ മരിച്ചവരെ അവിടെ അത്ഭുതം ചെയ്യും. അവർ മൗനതയിലാണ്. അവർ നിന്നെ സ്തുതിക്കുന്നില്ല. ദൈവത്തെ സ്തുതിക്കാത്തവർക്ക് ഏത് അത്ഭുതമാണ് ദൈവം കൊടുക്കണം? സ്തുതിക്കുന്നവർക്ക് കൂടെ കിട്ടുന്ന എല്ലാം കിട്ടുന്നില്ല, പിന്നെ സ്തുതിക്കാത്തവർക്ക് കിട്ടുന്നേ. മരിച്ചവരും മൗനതയിലെങ്കിലും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. 24 മണിക്കൂറും സ്തുതിച്ചവർക്ക് പോലും കാര്യം സാധിച്ച് കിട്ടുന്നില്ല, പിന്നെ സ്തുതിക്കാതെ കിടക്കുന്നവർക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല ഏത് വചനമാണ് ഏത് വാക്യമാണെന്ന്. അറിയാവുന്നവരൊന്ന് തിരുത്തി തരണേ. ചുമ്മാ കളിയാക്കിക്കൊണ്ട് കമലൊന്നും ഇട്ടിട്ട് കാര്യമില്ല, അറിയാവുന്നവരൊന്നും തിരുത്തി തന്നാൽ മതി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ വിശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ സ്വാഭാവികമായിട്ട് കാര്യം ചോദിക്കട്ടെ. നമ്മളൊരു ഓഫീസിൽ ചെന്നു, നമ്മൾ ഉദാഹരണം വില്ലേജ് ഓഫീസിൽ ചെന്നു, നമ്മുടെ വില്ലേജ് സംബന്ധമായ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവരെയാണ് വില്ലേജ് ഓഫീസറിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം തരാൻ നിർബന്ധിതനായ എല്ലാ പേപ്പേഴ്സും എല്ലാം ഓക്കെ ആണെങ്കിൽ അദ്ദേഹം തരാൻ നിർബന്ധിതനാണ്. വേറെ ഒരു ഒഴിവും പറയാൻ പറ്റത്തില്ല. പക്ഷേ 1 മണി മുതൽ 2 മണി വരെ അവരുടെ ഉച്ചഭക്ഷണത്തിൻ്റെ വിശ്രമ സമയമാണ്. 10 മണിക്ക് ഓഫീസ് തുറന്നു, 1 മണി വരെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇനി 2 മണിക്ക് തുറക്കും, 5 മണി വരെ പ്രവർത്തിക്കും. ഈ 1:15 ചെന്നിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇത് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തരുമോ? അദ്ദേഹം പറഞ്ഞാൽ വിശ്രമിക്കുന്ന സമയം ചുമ്മാ ശല്യപ്പെടുത്തട്ടെ. ഇപ്പം വിശ്രമമാണ്, ഞങ്ങളിതേ അടുത്ത സമയമുണ്ട്, 2 മണിയാകുമ്പോൾ തുറന്നു, അന്നേരം വരെ. ഒരു സാമാന്യ മര്യാദ ചിന്തിച്ച് വിശ്രമിക്കുന്ന ആളെ പോയി ശല്യപ്പെടുത്താൻ കൊള്ളാമോ? ഇതാ ഞങ്ങൾ പറഞ്ഞ നിങ്ങളെക്കാൾ ഞങ്ങൾ ബഹുമാനിക്കുന്നത് ഞങ്ങളാണ് പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ. അവർ വിശ്രമിക്കുന്ന അവർ ശല്യപ്പെടുത്തല്ലേ നീ? ഞാൻ ചോദിക്കട്ടെ സഹോദര, നിങ്ങൾ മാതാവിന് വലിയ ഭക്തി പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് ആര്യ ക്ഷീണമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വന്ന് ഞാൻ വന്ന് കുത്തിപ്പൊയ്ക്കാൻ നിങ്ങൾക്ക് കലി തോന്നുമോ? നിങ്ങളാണ് ഈ വില്ലേജ് ഓഫീസറെന്ന് കരുതുക. നിങ്ങൾ ചോറിട്ടിരിക്കുക. നിങ്ങൾക്ക് 2 മണി വരെ വിശ്രമ സമയം സർക്കാർ അനുവദിച്ച് തന്നിരിക്കുന്ന സമയമാണ്. ഞാനവിടെ വന്നിച്ച് പറയുകയാണ്, എനിക്കിപ്പോൾ തന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുമോ? 1 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾക്ക് എന്നെ പിടിച്ചു നിർത്താനുള്ള അവകാശമുണ്ട്. പക്ഷേ 2 മണി കഴിഞ്ഞാൽ പറ്റത്തില്ല. 2 മണി ഞാൻ നിങ്ങൾ തന്നേ പറ്റൂ. എൻ്റെ പേപ്പേഴ്സ് എല്ലാം കറണ്ടാണെങ്കിൽ നിങ്ങൾ 2 മണി കഴിഞ്ഞാൽ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നേ പറ്റൂ. അത് 5 മണി വരെ. 5:30 കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പിറ്റേ ദിവസം 10 മണിക്ക് വരാൻ പറയും. കാരണം ഇനി എൻ്റെ വിശ്രമ സമയമാണ്. കാര്യം ഞാൻ വില്ലേജ് ഓഫീസറാണ്, അതൊക്കെ ശരിയാണ്. ഇപ്പം എൻ്റെ വിശ്രമ സമയം എന്നെ ശല്യപ്പെടുത്തരുത്. വിശ്രമ സമയമാണ്. ഇത് തന്നെ മറിയ പറയുന്നത്. ഞാനിപ്പോൾ വിശ്രമിക്കുക, എന്നെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും മര്യാദയുണ്ടോ? എന്നെ ശല്യപ്പെടുത്തരുത്. ഈ ഒരു കാര്യത്തിൽ ഈ പെന്തക്കോസ്തുകാർ മാത്രമേ എന്നെ ബഹുമാനിക്കുന്നുള്ളൂ എന്ന് മറിയ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ശ്രോതാവേ? ഇപ്പം മനസ്സിലാക്കാൻ ആരാ അപമാനിക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ എനിക്ക് ഒത്തിരി ആശയങ്ങളുണ്ട്, വളരെ ആശയങ്ങൾ പറയാനുണ്ട്. അടുത്തൊരു വീഡിയോ ചെയ്യേണ്ടി വന്നാലും ശരി. ഇപ്പോൾ ഞാനിവിടെ ഉപസംഹരിക്കുക. ബഹുമാനപ്പെട്ട കത്തോലിക്ക ഭക്തരെ, എന്നോട് പിണങ്ങരുത്. ഞാനീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ വചനത്തിലേക്ക് കടന്നു പോകാം. ഇനി ഇതിൻ്റെ അനന്തരഫലം എന്താണെന്നറിയാമോ? അത് വിവരിച്ച് കടുപ്പം കൂടി പോകും. വിശുദ്ധ വേദപുസ്തകത്തിൽ, മലയാള പുസ്തകത്തിൽ അക്ഷരങ്ങൾ വലുതാക്കി എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആർക്കാം എന്ന് ഓർക്കുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്ക്. അതിൻ്റെ വിശദീകരണം അങ്ങോട്ട് വന്നാലുണ്ടല്ലോ, ചെറിയ കാര്യമൊന്നുമില്ല. ദൈവം അനുവദിച്ചാൽ അതും വിടും, അതിൻ്റെ വിശദീകരണം വിടും. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ശരിയായ വിശദീകരണം വന്നാൽ നിങ്ങൾക്ക് നിത്യത വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ? തീരുമാനം നിങ്ങൾ മാറ്റിച്ചോട്ടും. അപ്പോൾ ഇത്രയൊക്കെ പറയാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പേരുണ്ട് ഫ്രാൻസിസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ, അദ്ദേഹമുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ബാബുക്ക് എന്ന് പറയുന്ന സഹോദരൻ പറഞ്ഞ വളരെ വ്യക്തമായൊരു കാര്യമാണ്, വളരെ സത്യമായൊരു കാര്യമാണ്. ഭൂമിയിൽ പ്രവർത്തിക്കുന്ന മറിയം. കാരണം ഒരു മറിയം, യേശുവിനെ പ്രസവിച്ച മറിയം, അവർ മരിച്ചു, അവർ വിശ്രമിക്കുന്നു. ഇനി ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് വിശുദ്ധ വേദപുസ്തകത്തും യിരെമ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ആകാശ രാജ്ഞി ആകാശത്തിൽ നിൽക്കുന്നു. ഇവിടുന്ന് റൂട്ട് തെറ്റിപ്പോകുന്ന പ്രാർത്ഥനയെല്ലാം, എൻ്റെ വാക്കല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വാക്ക്. ഇവിടുന്ന് റൂട്ട് തെറ്റിപ്പോകുന്ന പ്രാർത്ഥനകളെല്ലാം അവിടെ സ്വീകരിക്കുന്നു. ആവശ്യമുള്ളതെല്ലാം കൊടുക്കുന്നു, യേശുവിനോട് അത് തന്നെയല്ലേ പറഞ്ഞത്. എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി എന്നല്ലോ പറയുന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പലവട്ടം നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത മറുപടി, നിങ്ങളൊരു 5-6 മാസം പള്ളി പോകാതെ വീട്ടിൽ ഇരുന്നേ, നിങ്ങൾക്ക് എല്ലാ മറുപടിയും കിട്ടും. ആരാധന എന്നറിയാമോ? വചനം പഠിക്കണം. കർത്താവിൽ നിന്ന് കിട്ടണമെങ്കിൽ 1 വ്യവസ്ഥയുണ്ട്, 2 ദൈവത്തിന് സമയമുണ്ട്. അതല്ല നാളെ തന്നെ കിട്ടണമെങ്കിൽ
അതിന് വേറെ റൂട്ട് സ്വീകരിച്ചാൽ മതി. പള്ളിയും പ്രാർത്ഥനയും യോഗം എല്ലാം മുടക്കി ആ റൂട്ട് പോയാൽ യേശു പറഞ്ഞത് യേശുകൊണ്ട് ഒന്ന് വീണാൽ മതി, എല്ലാം തന്നേക്കാം. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വചനത്തിൽ ഇതിൻ്റെ എല്ലാം മറുപടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സാജി തോമസ് സാറിൻ്റെ ആ വീഡിയോയിൽ പറയുന്ന ആ കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളുടെ ചുരുക്കുകയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ കൂടുതൽ ആശയങ്ങളുമായി വേറിട്ട ചിന്ത ഒരു പുതിയ എപ്പിസോഡായി വരും. അതിനിടയിൽ നമുക്ക് മറ്റു ചില ചിന്തകളിലേക്കും കടന്നു പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡ് വരുന്നതുവരെയും നമുക്ക് കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.